ഇത് പ്രഗ്നേഷേട്ടൻ. ഇന്ന് എനിക്ക് പറയാനുള്ളത് അപ്രതീക്ഷിതമായിട്ട് ഒരു ട്രെയിൻ യാത്രക്കിടയിൽ കണ്ടുമുട്ടി ആ സൗഹൃദം ഇന്നും അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുന്നതിൻ്റെ ഒരു കഥയാണ്. കോഴിക്കോട് എറണാകുളം ട്രെയിനിൽ യാത്ര ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പ്രഗ്നേഷേട്ടും ഞാനും കണ്ടുമുട്ടി സൗഹൃദത്തിലാകുന്നത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇന്നത്തേക്ക് അതൊരു 9 വർഷം കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ ധാരണ. ഒരു യാത്രക്കിടയിൽ കണ്ടുമുട്ടി സംസാരിച്ച് പരിചയപ്പെട്ട ഞങ്ങൾ ആ യാത്ര കഴിയുന്നതോടുകൂടി ആ ബന്ധം അവസാനിക്കുന്ന കരുതിയെടുത്താണ് ഇന്നും ആ സൗഹൃദം അടിപൊളിയായിട്ട് നിലനിന്ന് പോകുന്നു. അതിനിടയിൽ ഒരുപാട് പ്രാവശ്യം ഞാൻ കോഴിക്കോട് പോകുമ്പോഴും സാർ എറണാകുളത്ത് വരുമ്പോഴും പരസ്പരം തമ്മിൽ വിളിക്കുന്നു, കാണുന്നു, സംസാരിക്കുന്നു, ചായ കുടിക്കുന്നു, അങ്ങനെ മുന്നോട്ട്. പൊതുവേദികളിലൊക്കെ ഞാൻ സാറെന്നാണ് വിളിക്കുന്നെങ്കിലും ഞങ്ങളുടെ സ്വകാര്യ കൂടിക്കാഴ്ചകളിൽ എനിക്കെന്നും ഏട്ടൻ്റെ സ്ഥാനത്ത് തന്നെയാണ്, അല്ലെങ്കിൽ ഞാൻ ഏട്ടാൻ തന്നെയാണ് വിളിക്കാറ്. അഡ്വർടൈസ് മേഖലയിൽ ഡയറക്ടറായിട്ടാണ് പ്രഗ്നേഷേട്ടൻ വർക്ക് ചെയ്യുന്നത്. എനിക്കും അതിൽ താല്പര്യമുള്ളതുകൊണ്ട് തന്നെ ചില വർക്കുകളൊക്കെ ഓണാകുന്ന സമയത്ത് എനിക്കൊരു കോള് വരും. നിച്ചു, നമ്മളൊരു പുതിയ പ്രൊജക്റ്റ് ഓണായിട്ടുണ്ട്, കട്ടക്ക് കൂടെ ഉണ്ടാകണേ. നമ്മളല്ലാതെ പിന്നെ ആര്? പറ്റാവുന്ന ചില പ്രൊജക്റ്റുകളിലൊക്കെ ഞാനും കട്ടക്ക് കൂടെ ഉണ്ടായിട്ടുണ്ട്. അഭിനയത്തിൻ്റെ ഒരു ABCD പോലും അറിയാത്ത എനിക്ക് ഒരു ആഡിൽ മുഖം കാണിക്കാനുള്ള ഒരു അവസരം പ്രഗ്നേഷേട്ടൻ എനിക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അന്ന് ഞാൻ വേണ്ട എന്നെ കൊണ്ട് കഴിയത്തില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന സമയത്തും അന്ന് പ്രഗ്നേഷേട്ടൻ പറഞ്ഞ ഒരു ഡയലോഗ് ഇന്നും എനിക്ക് നല്ല രീതിക്ക് ഓർമ്മയുണ്ട്. നിച്ചു, ഇതൊന്നും എല്ലാവർക്കും കിട്ടുന്നൊരു അവസരമല്ല. ഈ ഒരു സെക്കൻഡ് 2 സെക്കൻഡ് ആണെങ്കിൽ പോലും അതിലൊന്ന് മുഖം കാണിക്കാൻ വേണ്ടി 100 കണക്കിന് ആളുകൾ പുറത്ത് ക്യൂ നിൽക്കുന്നുണ്ട്. അത്തരം ഒരു സാഹചര്യത്തിൽ ഇങ്ങനൊരു അവസരം കിട്ടുമ്പോൾ ഒരിക്കലും തട്ടിക്കളയരുത്. ഇതിന് പിന്നീട് നമ്മൾ ഖേദിക്കേണ്ടി വരും. ആ ഒരു വാക്ക് ഇന്ന് എനിക്ക് ആലോചിക്കുമ്പോൾ ഒത്തിരി സന്തോഷം തോന്നാറുണ്ട്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഇങ്ങനത്തെ ചില സൗഹൃദങ്ങളൊക്കെ നമ്മളെ ഇടയിലോട്ട് വന്നു കയറുന്നത്. ഇതുപോലെ അപ്രതീക്ഷിതമായിട്ട് വന്നു കയറി ഒത്തിരി പ്രിയപ്പെട്ടവരായിട്ട് മാറിയിട്ടുള്ള ഒരുപാട് പേരുണ്ട് എൻ്റെ ലൈഫിൽ. പറ്റാവുന്നത് പോലെ ഓരോരുത്തരെയും ഓരോ ദിവസമായിട്ട് ഞാൻ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തി തരാം. ഇതൊക്കെ കേൾക്കാൻ എൻ്റെ കൂടെ നിങ്ങളും കട്ടക്ക് കൂടെ ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാൻ.